മഹാരാഷ്ട്രയിൽ ഇത്തവണ മഹായുതി സഖ്യം എന്ന് പറയുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള സഖ്യം നേടിയത് എതിരാളികളെ ഞെട്ടിക്കുന്ന, അമ്പരപ്പിക്കുന്ന, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും മോഹിപ്പിക്കുന്ന ഒരു വിജയമാണ്. അതിൻ്റെ കാര്യം 288 സീറ്റുകളാണ് മഹാരാഷ്ട്ര അസംബ്ലിയിലുള്ളത്. പക്ഷെ അവിടെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ 5-4 ഭൂരിപക്ഷവുമായിട്ടാണ് മഹായുതി സഖ്യം അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 288-ൽ 234 സീറ്റുകളും ആ മഹായുതി സഖ്യത്തിനാണ്. അതിൽ തന്നെ BJPക്ക് വലിയ നേട്ടമുണ്ട്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് കേവലം 13 സീറ്റുകൾ മാത്രം അകലമേ ഉള്ളൂ. കാരണം 145 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് ഒറ്റയ്ക്ക് വേണ്ടത്. പക്ഷേ അതിൽ 132 സീറ്റുകളുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സഖ്യകക്ഷികൾക്ക് വില പേശാനുള്ള ശക്തി കുറഞ്ഞു എന്നുള്ളതാണ്. അതിൽ തന്നെ ഷിൻഡെ വിഭാഗം, ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന വിഭാഗമാണ് ഏറ്റവും കൂടുതൽ രണ്ടാമത് സീറ്റ് നേടിയത്. അത് 51 സീറ്റുകളാണ്. പിന്നീട് നമുക്കറിയാം NCPയുടെ ശരത് പവാർ കക്ഷികൾ നേടിയത് 41 സീറ്റുകളാണ്. അപ്പോൾ ഏക്നാഥ് ഷിൻഡെ കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രി പദം ഷെയർ ചെയ്യണം, 2.5 കൊല്ലം ഞങ്ങൾക്കും 2.5 കൊല്ലം BJP എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ അവകാശവാദത്തിൽ നിന്ന് അവർ പിന്മാറേണ്ടി വന്നു. കാരണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സഖ്യകക്ഷികളെ ഒന്നും സുഖിപ്പിക്കേണ്ട ആവശ്യം ഇനി BJPക്കില്ല. പക്ഷെ എന്നിട്ട് പോലും നമുക്കറിയാം, ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്ന അവിടുത്തെ BJPക്കകത്ത് കിരീടം വെക്കാത്ത ഒരു രാജാവായി വാഴുന്ന, കഴിഞ്ഞ തവണ ഉപമുഖ്യമന്ത്രിയായിരുന്നു, ഇത്തവണ മുഖ്യമന്ത്രി ആകുമെന്നെല്ലാവരും വിചാരിച്ചിരുന്ന ഒരാളെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ BJP പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 3 ദിവസത്തോളമായി. നമുക്കറിയാം, ഇതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ ഇതിനകം അധികാരമേറ്റിരിക്കുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോൾ BJPക്കുള്ളിൽ അവിടെ മഹാരാഷ്ട്രയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത്. ആ പ്രശ്നങ്ങളിലേക്ക് വരും മുമ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവം പറയാം. ആ സംഭവം എന്ന് പറയുന്നത് BJPയുടെ ജനറൽ സെക്രട്ടറിയാണ് വിനോദ് താവ്ഡെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ച് ഞാൻ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള, മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള നിരവധി മാധ്യമങ്ങളിൽ വിശകലനം ചെയ്തിരുന്നു. അതിൽ ഹിന്ദു വേൾഡിൻ്റെ എഡിറ്റോറിയൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പോലും. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിനോദ് താവ്ഡെ ഒരു ഹോട്ടലിലേക്ക് വരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയെ കണ്ടൊരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങോട്ട് എത്തിയത്. കാരണം അദ്ദേഹം BJPയുടെ ജനറൽ സെക്രട്ടറിയാണ്. എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു രണ്ടാമനോ മൂന്നാമനോ ഒക്കെ കണക്കൂട്ടുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിനോദ് താവ്ഡെ അങ്ങോട്ട് എത്തുന്നു. ആ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഹോട്ടലിലിരുന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ അവിടെ ഹിതേന്ദ്ര താക്കൂർ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ, അദ്ദേഹം തന്നെയാണ് ആ പാർട്ടി ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് ബഹുജൻ വികാസ് അഘാഡി എന്ന് പറയുന്ന പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഷിജിത് താക്കൂറും ഒക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, MLA ആണ്. അപ്പോൾ ഇവരുടെ അനുയായികൾ ആ ഹോട്ടലിൽ ചുറ്റും കൂടുന്നു. ചുറ്റും കൂടിയതിന് ശേഷം ഈ വിനോദ് താവ്ഡെയുടെ കയ്യിൽ പണവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. 5 കോടി രൂപയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നവർ വലിയ തോതിലുള്ള രോഷപ്രകടനം നടത്തുന്നു. ഒരു ബാഗ് കണ്ടെടുക്കുന്നു. ആ ബാഗിൽ നിന്ന് പണം മുഴുവൻ എടുത്ത് വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കാണാം. ആ ദൃശ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോലീസ് വന്ന് കേസെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ, അത് തന്നെ ഒരു അത്ഭുതമാണ്. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ വിനോദ് താവ്ഡെ എന്ന് പറയുന്ന BJPയുടെ ജനറൽ സെക്രട്ടറിയെ ക്വാർട്ടേഴ്സിന് പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാരണത്താൽ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ ആളുകൾ തടഞ്ഞു നിർത്തുന്നു, പോലീസ് വരുന്നു. അപ്പോൾ പോലീസ് വരുമ്പോൾ തന്നെ ചില ദുരൂഹതകൾ ആ സംഭവത്തിലുണ്ട്. കാരണം ഒന്ന്, അവിടെ ഹോട്ടലിലുള്ള CCTV ക്യാമറകളെല്ലാം തന്നെ അടഞ്ഞിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തോ ഒരു കോൺസ്പിറസി ഉണ്ട് എന്ന് ചുരുക്കം. കൂടാതെ ഇത് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് വിരാർ എന്ന് പറയുന്ന മുംബൈയിൽ നിന്ന് കുറേ ദൂരം അകലെയുള്ള വളരെ ഔട്ട്സ്കേർട്സ് ആയിട്ടുള്ള ഒരു പ്രദേശത്താണ്. അവിടെ ന്യൂസ് ചാനലുകൾക്കൊന്നും ഓഫീസുകളോ അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഓടിയെത്താനുള്ള സാധ്യതകളൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവിടേക്ക് ഈ ന്യൂസ് ചാനലുകൾ, OB വാനുകളും വലിയ സംവിധാനങ്ങളുമായിട്ട് അവരങ്ങോട്ട് എത്തുന്നു. ഇതെല്ലാം മഹാരാഷ്ട്രയിലേക്ക് ഉടനടി സ്പ്രെഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ശേഷം ഹിതേന്ദ്ര താക്കൂർ എന്ന് പറയുന്ന ബഹുജൻ വികാസ് അഘാഡിയുടെ നേതാവ് തന്നെ പറഞ്ഞേക്കണത്, ഞങ്ങളെ BJPക്കകത്ത് നിന്നും ചില ആളുകൾ, വളരെ സോൾഡ് ആയിട്ടുള്ള ആളുകൾ, ടോപ്പ് നേതാക്കന്മാർ തന്നെ ഞങ്ങളെ ഇത് ഇൻഫോം ചെയ്തുവെന്നും ഇത്തരത്തിൽ വിനോദ് അവിടെ 5 കോടി രൂപ പണമായി വരുന്നുണ്ടെന്നും അതറിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അനുയായികൾ അവിടെ ചുറ്റും കൂടിയെന്നാണ്. അത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ മിനിറ്റുകൾക്കുള്ളിൽ ഇത്രയും പേര് കൂടിച്ചേരണമെങ്കിൽ അത് മുൻകൂട്ടി ഇൻഫോംഡ് ആണ്, നേരത്തെ തന്നെ ആളുകൾ അറിയിച്ചിരുന്നതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനുശേഷം പിന്നെ അടുത്ത സംഭവം ഉണ്ടാകുന്നത് ഈ OB വാനുകളും ചാനലുകളും ഒക്കെ വന്നു എന്ന് പറഞ്ഞാൽ അവരെയും അറിയിച്ചതാണ് എന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന് ശേഷം ഈ പറയുന്ന
സഞ്ജയ് റാവുത്ത് എന്ന് പറയുന്ന നമുക്കറിയാം ശിവസേനയുടെ നേതാവ്, അദ്ദേഹം ഉദ്ധവ് താക്കറെയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ഇത് ടോപ്പ് BJP മാൻ, അതായത് ദേവേന്ദ്ര ഫഡ്നാവിസിനെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്, ടോപ്പായിട്ടുള്ള BJP നേതാവ് തന്നെ വിനോദ് താവഡയെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വിനോദ് താവഡയുടെ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് അവർ ഉൾപ്പെട്ടാൽ വിനോദ് താവഡയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടഞ്ഞതാകും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കുന്നതിനുള്ള ഒരു പദ്ധതിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഹിന്ദു വേൾഡിൻ്റെ എഡിറ്റോറിയൽ തന്നെ പറയുന്നത് ഇതൊരു ട്രാപ്പായിരുന്നു വിനോദ് താവഡയെ കൊടുക്കാൻ എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയലിൽ അദ്ദേഹം പറയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് 2 പത്രങ്ങളിൽ കൊടുത്തിട്ടുള്ള പരസ്യം അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട്. ആ പരസ്യങ്ങളിൽ 2 എണ്ണത്തിലും തന്നെ ആദ്യത്തേതിൽ അമിത്ഷായുടെ പേരോ ഫോട്ടോയോ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഏറ്റവും അപ്രധാനമായിട്ടുള്ള സെക്കൻഡ് ലെവൽ നേതാക്കന്മാരെ വരെ നിരനിരയായി കാണിച്ചിട്ടുള്ള ഫോട്ടോയിൽ അമിത്ഷായുടെ ഫോട്ടോ ഒമിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇതിലും ചിലപ്പോൾ അബദ്ധത്തിൽ വിട്ടുപോയതായിരിക്കാം. അങ്ങനെയൊന്നും അബദ്ധത്തിൽ വിട്ടുപോകാൻ പാടില്ല അമിത്ഷായെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം BJPയുടെ ഓരോ പരസ്യവും തന്നെ ഫുൾ പേജ് അഡ്വർടൈസ്മെൻ്റ് ആണ്, അത് മെറ്റിക്കുലസ്ലി പ്ലാൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ ലേഔട്ടും ഡിസൈനും മാറ്റിക്കൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ മറ്റൊരു പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. പക്ഷേ ആ 2 പരസ്യങ്ങളിലും അമിത്ഷായെ കാണിക്കുന്നില്ല. കൂടാതെ അമിത്ഷാ നിശ്ചയിച്ചിട്ടുള്ള ചില റാലികളെല്ലാം തന്നെ മണിപ്പൂരിൽ സംഘർഷമുണ്ടായി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങൾ കൂടിയാണ് ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസിനെ തീരുമാനിക്കാൻ വൈകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇത് കൂടാതെ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 2014 BJPക്ക് അവിടെ 122 സീറ്റുകൾ അവർ ജയിക്കുന്നുണ്ട്. ആ 122 സീറ്റുകൾ ജയിക്കുന്നതിന് ശേഷം ഏതാണ്ട് 2023 വരെയുള്ള കാലഘട്ടത്തിൽ 2014 അവിടെ ഉണ്ടായിരുന്ന വലിയ നേതാക്കൾ എല്ലാവരും തന്നെ അപ്രത്യക്ഷരാവുകയും ദേവേന്ദ്ര ഫഡ്നാവിസ് BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് പിടിമുറുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ അന്നത്തെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു, അതായത് ദേവേന്ദ്ര ഫഡ്നാവിസിനേക്കാൾ ഒരു വലിയ നേതാവായിരുന്ന ഒരാളെന്ന് പറയുന്നത് ഏക്നാഥ് ഖഡ്സെ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചില പോർട്ട്ഫോളിയോകളൊക്കെ കിട്ടിയെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം ഈ പാർട്ടിയിൽ നിൽക്കക്കള്ളിയില്ലാതെ അദ്ദേഹം NCPയിലേക്ക് പോകുന്നുണ്ട്, നമുക്കറിയാം. അതിന് ശേഷമുള്ളൊരു നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹവും മന്ത്രിയായിരുന്നു. ആ മന്ത്രിയാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വിനോദ് താവഡയാണ്. അദ്ദേഹത്തിന് ചില പോർട്ട്ഫോളിയോസൊക്കെ കിട്ടിയെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം വളരെ ഒരു അപ്രധാനമായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് പോകുന്നു. അദ്ദേഹത്തെ ആരും അറിയാതിരിക്കുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു, അവഗണിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു നേതാവ് എന്ന് പറയുന്നത് പങ്കജ് മുണ്ടെ എന്നുള്ളതാണ്. ഈ പങ്കജ് മുണ്ടെ എന്നുള്ളത് നമ്മളാരും അധികം കേട്ടിട്ടില്ലെങ്കിൽ, ചിലപ്പോൾ നിങ്ങളൊന്നും കേട്ടിട്ടില്ലെങ്കിലും പങ്കജ് മുണ്ടയുടെ ഫാദറിനെ നിങ്ങളെല്ലാവരും പറയും. അദ്ദേഹത്തെ വലിയ ടോളസ്റ്റ് ആയിട്ടുള്ള മഹാരാഷ്ട്രയിലെ മാത്രമല്ല BJPയുടെ വലിയ നേതാവായിരുന്ന ഗോപിനാഥ് മുണ്ടയാണ്. ഈ ഗോപിനാഥ് മുണ്ടയുടെ മകളാണ് പങ്കജ് മുണ്ടെ എന്ന് പറയുന്നത്. ഗോപിനാഥ് മുണ്ടയേക്കാൾ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരാളുണ്ടാവും, പണ്ടേ മുതലേ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ. അദ്ദേഹത്തിൻ്റെ പേര് പ്രമോദ് മഹാജൻ എന്നാണ്. ഈ പ്രമോദ് മഹാജൻ്റെ അളിയനായിരുന്നു ഗോപിനാഥ് മുണ്ടെ എന്ന് പറയുന്നത്. പ്രമോദ് മഹാജൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ട്രെഡ്മില്ലൊക്കെ ഓടിക്കൊണ്ടിരുന്ന, ഗ്ലാസ്സൊക്കെ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും. അദ്ദേഹം അന്ന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് 2014 ഞാൻ BJPയുടെ പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കും, അത്തരത്തിലുള്ളൊരു മോഹം എനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയനാൽ തന്നെ വെടിവെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവരൊക്കെ താമസിച്ചിരുന്നത് ഒരേ ഫ്ലാറ്റുകളിലാണ്. ആ സമയത്ത് പോലും ഗോപിനാഥ് മുണ്ടയൊക്കെ ഒരേ ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ പറയുന്ന പങ്കജ മുണ്ടെ. ഈ പങ്കജ മുണ്ടയും ചില പോർട്ട്ഫോളിയോസൊക്കെ അവർക്കും ഇതുപോലെ പാർട്ടികളിലൊക്കെ കിട്ടിയെങ്കിൽ പോലും അവർ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇലക്ഷന് മത്സരിച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച് അവർ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അവരുമൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അതും കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവ് മാത്രമായിരുന്നു ദേവേന്ദ്ര ഫഡ്നാവിസ്. പക്ഷേ ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് ഉദയം ചെയ്യുകയും അദ്ദേഹത്തിന് എതിരായിട്ട് നിന്നിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അതാണ് ഈ ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്ന ഒരാളുടെ ഉയർച്ചയ്ക്ക് വലിയ കാരണമായിട്ടുള്ളത്. ഇനി ഇതിനെല്ലാത്തിനു ശേഷം 2014 മുതൽ 2023 വരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് നടന്നിരുന്നതെങ്കിൽ 2023 ശേഷം പൊടുന്നനെ ഈ പറയുന്ന നേതാക്കളെല്ലാവരെയും വീണ്ടും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് കേന്ദ്ര നേതൃത്വം, അതായത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലെ ചില ആളുകൾ ഇടപെട്ട് തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഏക്നാഥ് ഖഡ്സെയാണ്. അദ്ദേഹം NCPയിൽ നിന്ന് രാജിവെച്ചു. പക്ഷേ BJPയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മകൾക്ക് സീറ്റുകൾ കൊടുക്കാനായിട്ട് BJP തയ്യാറായി. മകൾക്ക് സീറ്റ് കൊടുക്കാനായിട്ട് BJP തയ്യാറായി.
പിന്നെ പങ്കജ മുണ്ടെ എന്ന് പറയുന്നത് അവർ ലാസ്റ്റ് ഇലക്ഷനിൽ തോറ്റുപോയെങ്കിൽ പോലും അവരെയും BJP വലിയ തോതിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി. ഏകനാഥ് നമുക്കറിയാം, വിനോദ് താവ്ഡെ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ ഹോട്ടലിൽ വെച്ച് പിടിക്കപ്പെട്ടുള്ള അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ജനറൽ സെക്രട്ടറിയായി ഇവർ ഉയർത്തുകയുമാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ദേവേന്ദ്ര ഫഡ്നാവിസിനെതിരെ ഇത്തരം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ കൂടി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ ദേവേന്ദ്ര ഫഡ്നാവിസിനെ ഒറ്റടിക്ക് അവിടെ മുഖ്യമന്ത്രിയായി വാഴിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിനും ഈവൻ അമിത്ഷായുടെ ഫോട്ടോ ഒഴിവായതും ഒക്കെ യാദൃശ്ചികമായിട്ടുള്ള കാര്യങ്ങളല്ല. അതിൻ്റെ എല്ലാം പിന്നിൽ വലിയ തോതിലുള്ള സംഘർഷം BJPക്കുള്ളിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെയൊക്കെ നിരവധി പ്രസ്താവനകളും കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, BJPക്കുള്ളിൽ വലിയ തോതിലുള്ള രൂക്ഷമായിട്ടുള്ള പോരിന് കൂടി തുടക്കമിട്ടിരിക്കുന്നു. അതിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞാൽ നിതിൻ ഗഡ്കരിയെ തോൽപ്പിക്കാൻ വരെ ശ്രമമുണ്ടായി എന്നുള്ളത് കേൾക്കുന്നു. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുടെ ഒരു നെറ്റ് എഫക്റ്റാണ്, അനന്തരഫലമാണ് ഇപ്പം 132 സീറ്റുകൾ ഒറ്റക്ക് മേടിച്ച് സഖ്യമായി മത്സരിച്ച് 234 സീറ്റുകൾ 288 മേടിച്ച് എതിരാളികളെ 50 സീറ്റിലേക്ക് ഒതുക്കി അവിടെ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത രീതിയിലേക്ക് ആക്കിയിട്ടും നമ്മൾ BJPക്ക് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകുന്നതിൻ്റെ കാരണം.